അപ്പം നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ മക്കളെ. നല്ല മഴ പെയ്യുമ്പോഴേക്കൊരു പൂതി ചോളകം പുഴുങ്ങിയിട്ട് തിന്നാൻ. അപ്പം ഞാൻ ചോളകം മേടിക്കാൻ വേണ്ടി പോവാം കേട്ടോ. തിരുമ്പിയത് ഉണക്കലും മഴ പെയ്യലും ഉണ്ടായിട്ടോ. പിന്നെ ഞാൻ എടുത്തില്ല. അപ്പം അവിടെ എടുക്കട്ടെ വിചാരിച്ചു. അപ്പം അങ്ങനെ ഞാൻ മഴ കൊണ്ടിട്ട് വണ്ടിമ്മ ചോളകം മേടിക്കാൻ പോകണ കാഴ്ച നിങ്ങൾ കാണണം കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ഭ്രാന്തൊക്കെ ഉണ്ട്. എന്തേലും വിചാരിച്ചൊക്കെ അതപ്പോൾ കിട്ടണം. അങ്ങനത്തെ ഒരു ഭ്രാന്തുണ്ട്. അപ്പോൾ ചോളകം മേടിക്കാൻ മഴ കൊണ്ടുപോവുകയാണ്. അങ്ങനെ ചോളകം ഞാൻ മേടിച്ച് വന്നു കേട്ടോ. ചോളകം തൊലിക്കാണ്. മഴ നനഞ്ഞ വെള്ളം കൂടി പറ്റിയിട്ടില്ല കേട്ടോ കയ്യിൻ്റെ മുകളിലത്തെ. പിന്നെ ഓരോന്നോരോന്നായിട്ട് തൊലിച്ചിട്ട് എടുക്കുക കേട്ടോ. കണ്ണിമ വെട്ടാതുള്ളൊരു നോട്ടം നെഞ്ചിലുടക്കിയതാണ് കണ്ണിലൊരെണ്ണം. അപ്പം അങ്ങനെ എല്ലാം തൊലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഓരോന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇടാം. ഞാൻ കൈ കൊണ്ട് തന്നെ പൊട്ടിക്കണം കേട്ടോ. ഓരോ ചോളകം 2 കഷ്ണം ആക്കി കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ഇങ്ങനത്തെ പ്രാന്തുണ്ടോ? എൻ്റെ പോലത്തെ നട്ടപ്രാന്ത് ഉണ്ടെങ്കിൽ കമൻറ്റ് പറയണേ. ഒക്കെ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. കുക്കർ അടച്ചിട്ട് ഇനി വേവിക്കാൻ വെക്കാം കേട്ടോ. വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. വേസ്റ്റൊക്കെ നമുക്ക് ഒരു ഉറയിൽ കെട്ടിയൊക്കെ ചെയ്യാം. ഉറയിലൊക്കെ വാരി പെറുക്കി കൂട്ടുണ്ട്. അപ്പം അതെല്ലാതും പെറുക്കി കൂട്ടി കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഒരു പുഴുവിനെ കണ്ടത് മക്കളെ. അപ്പോൾ ചോളകം വെന്തോന്ന് നമുക്ക് നോക്കാം കേട്ടോ. എൻ്റെ മോനിക്കാണെങ്കിൽ ധൃതിയായി. ഉമ്മ വെന്തോ നോക്ക് പറഞ്ഞിട്ട് ഒരു സ്വൈര്യമില്ല. വേവാനൊന്നും വിസിൽ പോവാതിരിക്കാനൊന്നും അവനക്ക് സമയമില്ല. അപ്പം ഞാൻ വിസിലൊക്കെ കളഞ്ഞിട്ട് എടുക്കുക കേട്ടോ. തുറന്ന് നോക്കിയിട്ടോ. തുറന്നിട്ട് നോക്കിയേക്കുമ്പോൾ വെന്തിക്കണോ. ഇനി ഞങ്ങൾ കഴിക്കുകയാണ് കേട്ടോ. ഫാത്തിമ എടുക്കാൻ വരികയാണ് കേട്ടോ. അപ്പം അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അപ്പം ബായ്.